പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ നാം ഓരോരുത്തരും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ചില തെറ്റായ ബന്ധങ്ങളും ശീലങ്ങളും നമ്മുടെ ആത്മാവിനെ തളർത്തുന്നുണ്ടോ? ദൈവഹിതത്തിന് വിരുദ്ധമായി പങ്കാളിയോട് കാണിക്കുന്ന അനുസരണക്കേടും ക്ഷമിക്കാത്ത ഹൃദയവും പാപകരമായ ആസക്തികളും നമ്മെ ഈശോയിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയണം. വേദപുസ്തകത്തിലെ വാക്കുകൾ നമ്മളുടെ ഇഷ്ടമനുസരിച്ച് വ്യാഖ്യാനിക്കുള്ളതല്ല. അത് ദൈവത്തിൻ്റെ കണ്ണിൽ കൂടെ കാണാനായിട്ട് നമുക്ക് സാധിക്കണം. നാം ഇതാ ജീവനോടെ ഇരിക്കുന്നു, ഈ വചനം ശ്രവിക്കുന്നു ഇപ്പോൾ. ഇതിനർത്ഥം കർത്താവ് നമ്മെ ഇന്നും അളവറ്റ രീതിയിൽ സ്നേഹിക്കുന്നു എന്ന് തന്നെയാണ്. നമ്മുടെ ആത്മാവിന് ഹാനികരമായ എല്ലാ തിന്മകളെയും പൂർണ്ണമായി ഉപേക്ഷിക്കാൻ ദൈവം തരുന്ന ഈ അവസാന അവസരം നാം പാഴാക്കി കളയരുത്. പ്രിയ സഹോദര സഹോദരി, കാലതാമസം കൂടാതെ ഇപ്പോൾ തന്നെ പാപ സാഹചര്യങ്ങളെ വെടിഞ്ഞ് നല്ലൊരു കുമ്പസാരത്തിലൂടെ നമുക്ക് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാം. നാളെക്കുറിച്ച് നമുക്ക് ഉറപ്പില്ലാത്തതിനാൽ അവിടുന്ന് നൽകിയ ഈ രക്ഷയുടെ ഇന്നത്തെ നിമിഷത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കാം. കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ഹൃദയ കാഠിന്യം വെടിഞ്ഞ് പൂർണ്ണമായ ആത്മസമർപ്പണത്തോടെ ജീവിക്കാൻ വിശുദ്ധ കുർബാനയും പ്രാർത്ഥനയും നമുക്ക് തുണയാകും. ദൈവകൃപ ലഭിച്ച ഈ ദിവസത്തെ, ഈ നിമിഷത്തെ, ഈ പുണ്യ നിമിഷത്തെ നഷ്ടപ്പെടുത്തി കളയാതെ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് നമുക്ക് ഒന്നിച്ച് ചുവടുവെക്കാം. രക്ഷയുടെ സമയം ഇപ്പോഴാണ്, ഇന്നാണ്.